ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബ്രെഡ് പുഡിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പാലാണ് പിന്നെ വേണ്ടത്. 1 കപ്പ് പാല്, മിൽക്ക് മെയ്ഡ് 1 കപ്പ്, വാനില കസ്റ്റാർഡ് പൗഡർ 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/4 ടീസ്പൂൺ. ആദ്യം തന്നെ നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കളഞ്ഞെടുക്കണം. ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ബ്രൗൺ സൈഡ് നമ്മൾ കളഞ്ഞിട്ടില്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആ വൈറ്റ് കളർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണത് റിമൂവ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിലേക്ക് നമുക്ക് എടുത്ത് വെച്ച പാൽ, 1 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണ് പാൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. പുഡിംഗ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. 1 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വേറെ അഡീഷണലായിട്ട് വേറെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ പാലും കസ്റ്റാർഡ് പൗഡറും മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പൂണും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഗ്യാസ് ഓണാക്കുക. അതിലേക്ക് പാത്രം വെച്ചെടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാവും. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്തെടുക്കുന്നത് വാനില എസൻസ് ആണ്. 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണത്. ഇതും ചെറുതായിട്ട് നന്നായിട്ട് കുറുകി വരുന്ന പരുവാകുന്നേരം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. പുഡിംഗ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായിട്ട് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ഞാൻ നെയ്യ് വേണം എന്തെങ്കിലും നമുക്ക് ഒന്ന് തടവി കൊടുക്കാം. നന്നായിട്ട് തടവി കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പുഡിംഗ് ട്രേയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പുഡിങ്ങിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ കൂട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യ് തടവിയ ഒരു സ്പൂൺ കൊണ്ട് ഈ പുഡിങ്ങിൻ്റെ കൂട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മൾ വേറെ നെയ്യും വെണ്ണയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊരു ഒട്ടുന്ന പരുവത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 6 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നല്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകുന്നൊരു പുഡിങ്ങാണിത്. ഇതേപോലെ ഒരു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ബ്രെഡ് പുഡിങ് ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.